ഇന്ന് ഞങ്ങൾ സ്റ്റാഫ് ഒരു ഔട്ടിങ്ങിന് പോവുക. During our cooking, so let's pray to our Mother Mary as we say on Hail Mary. Hail Mary, full of grace, the Lord is with you. Blessed now and at the hour of our death. Amen. Glory be to the Father and to the Son and to the Holy Spirit. ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് പിക്നിക്കിന് പോവുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. 8 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞൊരു ബ്രൂ കോഫിയൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഇട്ടു. ആ സമയം കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അവരവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കട്ടിങ്കാരൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ കോഫിയും കടിയും കഴിച്ചു. ഇതൊരു നല്ല എക്സ്പീരിയൻസും ഒരു ഫാമിലി ടുഗദർനെസ്സും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുകയും ഒരുമിച്ച് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല അവസരമാണ്. ഇപ്പോൾ 2-3 വർഷമായി ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഒരു ഫാമിലി ടുഗദർനെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ടീച്ചേഴ്സ് തമ്മിലൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും അക്സെപ്റ്റൻസും എല്ലാം തോന്നിയിട്ടുണ്ട്. ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾക്ക് വളരെയധികം ബഹുമാനവും ആദരവും ഉണ്ട്. എല്ലാ സ്കൂളിലും ഈ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. കുക്കിംഗ് പിക്നിക്കിന് പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്നും എല്ലാം ലിസ്റ്റ് എടുത്ത് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് എല്ലാം വാങ്ങിച്ചു. പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ഗ്രൂപ്പ്, കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ ഒരു ഗ്രൂപ്പ്, അങ്ങനെ എല്ലാം, ഫിഷ് ഫ്രൈ ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ്, കപ്പയും മീൻ കറിയും ഉണ്ടാക്കാൻ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളായി ഞങ്ങളെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീച്ചർ ഇൻചാർജ് വിജയാമിസും ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി. സ്കൂളിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും അവസരം കിട്ടത്തില്ല. ഇത് ഞങ്ങൾക്കൊരു നല്ല അവസരമാണ്, പരസ്പരം മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം. ആർക്കും തങ്ങൾ വലിയ ആളാണെന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നുമില്ല. എല്ലാവരും നിലത്ത് പടിഞ്ഞിരുന്ന് എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്തു. ഞങ്ങളുടെ മട്ടൻ ബിരിയാണി ഗ്രൂപ്പാണിത്. അന്നമുത്ത് സാറും ടീച്ചേഴ്സും. സാർ സൂപ്പറായിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. കഴിഞ്ഞ വർഷം ഉണ്ടാക്കി. ഞങ്ങൾ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ടിംഗ് ഒക്കെ നല്ലതാണ്. ഞങ്ങൾ മാത്രമല്ല, ഏത് ടീച്ചേഴ്സ് ആണെങ്കിലും ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് വർക്കിംഗ് ഡേയ്സ് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ കുട്ടികളിലായിരിക്കും. ഇവിടെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാ സൂപ്പർ. ഈ തിരക്കിനിടയിലും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സമയം കണ്ടെത്തി കേട്ടോ. ഇതേ സമയം പുറത്ത് സൂപ്പർ സീനറി ആയിരുന്നു കേട്ടോ. കണ്ടോ, എത്ര മനോഹരമാണ് കാണാൻ. നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. അപ്പോഴേക്കും നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി. ഇത് ബ്രിഞ്ചാൾ കറി. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കപ്പ വേവിച്ച് കടുകൊക്കെ പൊട്ടിച്ച്. പിന്നെ ഇതാ മീൻകറി, കേര ഫിഷ് ആണെന്ന് തോന്നുന്നത്. മീൻകറി സൂപ്പറാണ്. പിന്നെ ഇതാ നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, ചിക്കൻ കറിയും സൂപ്പർ. തന്നെ കോളിഫ്ലവർ ഫ്രൈ, ചള്ളാസ്. അതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ, ദ ഡിലീഷ്യസ് ഐറ്റം, നല്ലതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ രസം, ഡൈജഷനൊക്കെ സൂപ്പറാണല്ലോ. അതിൻ്റെ കൂടെ വൈറ്റ് റൈസും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ നല്ല ഡിലീഷ്യസ് ഫുഡായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സെല്ലാം നിറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളും കഴിച്ചു. ആദ്യം ഞാൻ കപ്പയും മീൻകറിയും ആവട്ടെ കഴിച്ചത്. കപ്പയും മീൻകറിയും ഒരു വായെടുത്ത് ആദ്യം കഴിച്ചു. എല്ലാ ഐറ്റംസും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാം. ഏത് ഐറ്റം ആദ്യം എടുത്ത് കഴിക്കണമെന്ന് ഡൗട്ടായിരുന്നു. ബിക്കോസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പം ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്യുകയും കഴിക്കുകയും ചെയ്തു. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ 1 ഡേ ഔട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ എല്ലാ സ്കൂളും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ഔട്ട് ഓഫ് ആർ എക്സ്പീരിയൻസ് ഐ ഫെൽറ്റ് ഇറ്റ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ബാക്കിയുള്ളത് പാഴ്സലും ചെയ്ത് ഞങ്ങൾ തിരിച്ചു. വണ്ടിയിലിരുന്നു കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഇനി അടുത്ത വർഷത്തെ കുക്കിംഗ് പിക്നിക്ക് എങ്ങനെയാണ് ഇതിലും കൂടുതൽ മനോഹരമാകുന്നത് എന്ന ചർച്ചയും ഉണ്ടായിരുന്നു. ഇന്നൊരു ക്ലൗഡി ഡേ ആയിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഔട്ടിംഗ് രസകരമായി എൻജോയ് ചെയ്തു. ഇങ്ങനെയുള്ള ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കുട്ടിത്തം പുറത്തു വന്ന് നമ്മൾ ജസ്റ്റ് ലൈക്ക് സ്റ്റുഡൻസിനെ പോലെ ആകും. അങ്ങനെ ഇന്നത്തെ ദിവസം സൂപ്പർ ആൻഡ് മീനിങ് ഫുൾ ഡേ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു.